Hello, welcome you all to Entry App. I am Kavya. നമ്മുടെ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ 5-year പ്ലാനിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപാട് ടെക്നിക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്ലാനുകളെല്ലാം നിലനിൽക്കുന്നത്. ഗാന്ധിയൻ പ്ലാന്, പീപ്പിൾസ് പ്ലാന്, സർവോദയ പ്ലാൻ മുതലായവയെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. നമുക്കറിയാം, ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ ഹാരോഡോമർ മോഡലിന് പ്രാമുഖ്യം കൊടുക്കുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ മഹൽനോബിസ് മോഡലിന് പ്രാമുഖ്യം കൊടുക്കുന്നു. അങ്ങനെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത്. ഒരിക്കൽ കൂടി വെൽക്കം യു വൺസ് അഗെയിൻ ടു ഗാന്ധിയൻ പ്ലാൻ. 1944 1944 ശ്രീമാൻ നാരായൺ അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വിഭാവനം ചെയ്തത്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാജി എന്ന് പറയുന്നത് അദ്ദേഹം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്, അതുപോലെ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ മുതലായ കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാമുഖ്യം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു. എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ, സെൽഫ് കണ്ടെയ്ൻഡ് വില്ലേജസ്, കോട്ടേജ് എന്റർപ്രൈസസ്, ഇതിനായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധാരണക്കാരോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റിനായിരുന്നു അദ്ദേഹം ഊന്നൽ നൽകിയത്. ഭരണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് മുകൾ തട്ടിലുള്ളവർക്ക് മാത്രമല്ല, മറിച്ച് അതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട്, അതായത് എല്ലാവരിലേക്കും താഴ്ന്ന ജനങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള എല്ലാ സഹായങ്ങളും പ്രൊവൈഡ് ചെയ്യുക, പാരമ്പര്യമായി നമുക്കുള്ള കോട്ടേജ് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങളായിരുന്നു അദ്ദേഹം വിഭാവനം ചെയ്തത്. ഗാന്ധിയൻ പ്ലാനിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമായിരുന്നു? The Gandhian model mainly focused to enhance masses material and cultural levels to provide a basic standard of living. അടിസ്ഥാനപരമായി എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്തുക മാത്രമല്ല, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു റിച്ച് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ, ആ റിച്ച് കൾച്ചറൽ മൂല്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, കൺസർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗാന്ധിയൻ പ്ലാനിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അജണ്ടകളിൽ ഒന്ന്. അഗ്രികൾച്ചർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതുകൂടാതെ കോട്ടേജ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയുടെ പ്രാമുഖ്യത്തിനായിരുന്നു ഗാന്ധിയൻ പ്ലാൻ ലക്ഷ്യമിട്ടത്. കാർഷിക മേഖലയ്ക്ക് തന്നെയായിരുന്നു കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡിപെൻഡൻസിന് മുമ്പാണെങ്കിൽ 85% ആൾക്കാരും കൃഷി മേഖലയിലാണ് ആശ്രയിച്ചു നിന്നത്. എന്നാൽ അതിനുശേഷം 75% ആൾക്കാരായി അത് ചുരുങ്ങുന്നു. ഇന്ന് നോക്കുകയാണെങ്കിൽ 60% ആൾക്കാരാണ്. അപ്പൊ കൃഷി എന്ന് പറയുന്നത് കൂടുതലായിട്ട് പ്രാമുഖ്യം വേണം. കാരണം കൃഷിയെ ആശ്രയിക്കുന്ന, കൃഷിയുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പ്രോസ്പെറിറ്റി കാണിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടേത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ഔട്ട്ലുക്ക്. ഗാന്ധിയൻ പ്ലാന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്? സിംപ്ലിസിറ്റി. ഗാന്ധിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സിംപ്ലിസിറ്റിയാണ്, അല്ലെ? ഡീസെൻട്രലൈസേഷൻ, സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തമാകുക, മറ്റുള്ളവരെ ആശ്രയിക്കാതെ അടിമത്തത്തിന്റെ ചങ്ങലയിൽ നിന്നും വേർപെട്ട് സ്വന്തമായി ഡെവലപ്മെന്റ് പോസ്റ്റുലേറ്റ് ചെയ്യുക. കോപ്പറേഷൻ, നമുക്ക് ഒത്തുനിന്നാൽ നമുക്ക് എന്തും നേടാനായി കഴിയുമെന്ന് പ്രൂവ് ചെയ്തതാണ് നമ്മൾ, അല്ലെ? അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തി തുല്യത, നോൺ വയലൻസ്, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, നമ്മൾ ഉപദ്രവിച്ചാലും നമ്മൾ എന്ത് ചെയ്യുക, അയ്യോ സാരല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക, സെൽഫ് സഫിഷ്യന്റ് ആയ വില്ലേജ് യൂണിറ്റുകളെ ഡെവലപ്പ് ചെയ്യുക, നാഷണലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി, സ്വദേശി, നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ നമ്മുടെ കമോഡിറ്റീസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റിനെ വിഭാവനം ചെയ്യുക, ആൻഡ് ട്രസ്റ്റ്ഷിപ്പ് തിയറി. അപ്പൊ ഇവിടെ എന്താണ് അദ്ദേഹം പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്? ശ്രീമാൻ നാരായൺ അഗർവാൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസും ഫോർമുലേഷൻസും അതുപോലെ ഒപ്പിയെടുത്ത് എങ്ങനെ നമ്മുടെ പഞ്ചവത്സര പദ്ധതി അതിനായി രൂപകൽപ്പന ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ എന്തിനാണ് അത് ബേസിക് ആയി കൊണ്ടുവന്നത്? ഒന്ന്, ജീവിത നിലവാരം എങ്ങനെ നമുക്ക് ഉയർത്താനായി സാധിക്കും, നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് പുരോഗമനത്തിലേക്ക് എത്തേണ്ടത് എന്നതിനെ കുറിച്ച് വിഭാവനം ചെയ്യുന്നു. കാർഷിക മേഖലയെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള, വളരെ ടെക്നിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കാർഷിക മേഖലയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക. കോട്ടേജ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി, വളരെ റൂറൽ ഏരിയയിലുള്ള കോട്ടേജ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ
അത് പ്രൊമോട്ട് ചെയ്ത് അവിടെയുള്ള ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരിക. ഒരു ഡീസെൻട്രലൈസ്ഡ് എക്കണോമിക് സ്ട്രക്ചർ, അതായത് ഒരിക്കലും ഭരണം എന്ന് പറയുന്നത് ഒരു ഉൾക്കൊള്ളിൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവലിൽ മാത്രം നിൽക്കാതെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് പ്രൊഡക്ഷൻ, നമ്മൾ വളരെ റിച്ച് ആയിട്ടുള്ള രാജ്യമായി മാറുക എന്നുള്ളത് മാത്രമല്ല കോൺസെപ്റ്റ്, മറിച്ച് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ജനങ്ങളെയും സംരക്ഷിക്കുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റായി ഗാന്ധിയൻ പ്ലാനിൽ പ്രസ്താവിക്കുന്നു. അപ്പൊ ഗാന്ധിജിയുടെ ഈ പറഞ്ഞിട്ടുള്ള, ഈ വിഭാവനം ചെയ്തിട്ടുള്ള എല്ലാ ഐഡിയോളജീസിന്റെയും ഒരു ഫ്രെയിംവർക്ക് തന്നെയാണ് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇന്നും വളരെയധികം പ്രാമുഖ്യത്തോടു കൂടി എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ്, ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ആൾ.